Hi dears, welcome to Aadish Creations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജുംക്കി മേക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഹെയർ ക്ലേ എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ കയ്യിൽ തടവിയിട്ട് നന്നായിട്ടൊന്ന് ഈ ഹെയർ ക്ലേ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ളൊരു മോൾഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ മോൾഡ് എടുക്കുക. ഏത് അളവാണ് ജുമുക്കി അളവ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കുക. കണ്ടോ, കുറച്ച് ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, പകുതി എടുക്കുക. പകുതി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മുടെ ആ മോൾഡിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നൈഫ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഇതുപോലത്തെ എന്തെങ്കിലും ടൂൾ കയ്യിലുണ്ടെങ്കിൽ അകത്തൊന്ന് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചുമക്കിക്ക് ഭയങ്കര വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത് വെയിറ്റ് അധികം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അകത്തൊന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് അകത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഹോള് പോലെ കിട്ടും നമുക്ക്. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മുകളിൽ കുറച്ച് ക്രാക്ക് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ടൂളോ അല്ലെങ്കിൽ പേനയൊക്കെ വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ആ ഒരു ക്രാക്ക് വരുന്ന ഭാഗമൊന്നും കാണാനായിട്ട് പറ്റത്തില്ല. ഇതുപോലെ ഒന്ന് ഉരുട്ടിയേക്കുന്ന കൊടുക്കുക. നമുക്കൊന്ന് ഫിനിഷാക്കി എടുത്താൽ മതി. അതിനകം കണ്ടോ, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ടൂൾ കയ്യിലുണ്ടെങ്കിൽ സെൻറ്ററിലായിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഇയറിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിതുപോലത്തെ ഒരു നൈഫൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജുംക്ക മേക്കിംഗ് ആണിത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ചെറിയ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കണ്ടോ, ഇനി ആ സെൻറ്ററിലായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലെ ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡോട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ബീഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നേരത്തെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്ക് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാവേ. കേട്ടോ, ഇതുപോലെ നമുക്ക് സ്റ്റിക്ക് ബീഡ്സ് ഫുള്ള് താഴെയായിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. കണ്ടോ, നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജുംക്ക കിട്ടിയുണ്ടോ. വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തെടുത്തതാണിത്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബ്ലാക്ക് കളറിലെ ആക്രിലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ പാരഗ്രീൻ കളറ്, അതുപോലെ ഗോൾഡൻ കളറ്. ഈ 3 കളർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജുംക്ക മേക്കിംഗ് ചെയ്യുന്നത്. പിന്നെ ക്ലിയർ വാർണിഷ് വേണം. നമുക്ക് പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ക്ലിയർ വാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ഗ്രീൻ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രഷ് എടുത്തിരിക്കുന്നത് 2 സൈസ് ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക്
കുത്തിക്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ടൂൾ കയ്യിലുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ജിമുക്കി ഒന്ന് കുത്തി വെച്ച് കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ കയ്യിലെ പെയിൻ്റൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമ്മൾ കുറച്ച് റൗണ്ട് ഇട്ട് കൊടുത്തിരുന്നല്ലോ, ആ ഒരു ഭാഗം ഫുള്ള് നമ്മൾ ഗ്രീൻ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഫസ്റ്റ് കോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ സെക്കൻഡ് കോട്ട് കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തെങ്കിലേ നമുക്ക് നല്ലൊരു കളർ നമുക്ക് കിട്ടത്തുള്ളേ. കണ്ടോ, നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ആ സെൻറ്ററിൽ നമുക്ക് ചെയ്യേണ്ടത് ഗോൾഡൻ കളറിലെ ആക്രിലിക് കളേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുക ചെയ്യണത്. നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്ത് നമ്മുടെ സ്റ്റിക്ക് ബീഡില്ലേ, ആ സ്റ്റിക്ക് ബീഡ് ഫുള്ള് നമുക്കൊന്ന് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് മുകളിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത ഭാഗത്തൊക്കെ നമുക്കൊരു ജസ്റ്റ് ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈനായിട്ടൊന്ന് വരച്ചു കൊടുക്കണം. കണ്ടോ, നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ താഴെ നമ്മൾ ബ്ലാക്ക് കളറൊക്കെ ഉണങ്ങി കിട്ടിയതിന് ശേഷം ഞാൻ ഒരു ബീഡ് ബ്ലാക്ക് ഒരു ബീഡ് ഗോൾഡൻ അങ്ങനത്തെ രീതിയിലാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഗോൾഡൻ കളർ നമുക്ക് ഒന്നും കൂടി ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഐ പിൻ എടുക്കാം. ഇതാണ് ഐ പിന്ന്. ഐ പിന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ജിമുക്കിയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കില്ലേ നമ്മൾ ജിമുക്കി, അപ്പോൾ ഈ ഒരു ഐ പിൻ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഐ പിന്നെടുത്തിട്ട് അതൊന്ന് അകത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ കമ്മലിൻ്റെ ഇയറിങ്ങില്ലേ അതൊന്ന് അകത്തേക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്താ ബാക്കി വരുന്ന ഭാഗം ഒന്ന് പ്ലെയർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ആ ഹോളില്ലേ, ആ ഒരു ഹോളുള്ള ഭാഗത്തേക്ക് നമ്മുടെ ഐ പിൻ ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പ്ലെയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വളച്ചു കൊടുക്കണം കേട്ടോ, നന്നായിട്ട് വളച്ചു കൊടുക്കണേ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അത് മുകളിലേക്ക് വീണ്ടും പോരും. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വളച്ച് നന്നായിട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ ജിമുക്ക ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്, താഴെ ഒന്നും കൂടി എനിക്കൊന്ന് ബ്ലാക്ക് കളറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വാർണിഷ് കുറച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അകത്തും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൻ ഉണ്ട്. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും.